കുട്ടികളെ നമുക്കിന്നില്ലേ പപ്പടം വെച്ചിട്ട് ഒരു തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കിയല്ല. ഞാനിത് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടാണ് കേട്ടോ. അപ്പം ഇല്ലേ പപ്പടം ഒരു 5-6 എടുത്തോട്ടെ. ഞാനിത് കുറച്ച് കൂടുതലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇവിടെ എല്ലാവർക്കും ചോറൊക്കെ കൊണ്ടുപോകണമല്ലോ. അപ്പം അതുകൊണ്ട് 5-6 പപ്പടം അങ്ങ് വറുത്ത് വെക്കുക. എന്നിട്ട് ആ വെളിച്ചെണ്ണ കളയരുത് കേട്ടോ. വെളിച്ചെണ്ണ ചെയ്യുന്നതാണ് നല്ല കേട്ടോ. അപ്പോൾ പപ്പടം നന്നായിട്ട് കൊട്ടിയിട്ടൊക്കെ ഇടണം കേട്ടോ. എന്നിട്ട് അതിൽ ഒരു 10-15 ഉണക്കമുളക്. ഈ ഉണക്കമുളകിൻ്റെ എരിവേ ഉള്ളൂ, അതാണ് അത്ര എടുത്തിട്ട. ഇതങ്ങ് കരിയിക്കാതെ വറുത്ത് മാറ്റി വെക്കുക. പിന്നെ ഒരു 10-15 ചെറിയുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു കഷ്ണം പുളി, നമ്മുടെ വാളംപുളിയില്ലേ അതും കൂടി ഒന്ന് വഴറ്റിയിട്ട് അരമുറി തേങ്ങയിലേക്ക് ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒതുക്കിയെടുക്കണം. എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം ഉണക്കമുളക് ആദ്യം ഒന്ന് ക്രഷ് ചെയ്തിട്ട് ബാക്കി തേങ്ങ ഇതെല്ലാം കൂടി ഇട്ടാൽ മതി കേട്ടോ. അല്ലെങ്കിൽ അതങ്ങനെ അരഞ്ഞു വരാൻ ഇച്ചിരി ബുദ്ധിമുട്ട് കാണിച്ചു. പിന്നെ കുറേ ഉപ്പൊന്നും കൊണ്ടേ വാരിയിടരുത്, പപ്പടത്തിന് ഉപ്പുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ലാസ്റ്റ് ഇട്ടാൽ മതി. ഇതെല്ലാം ഒതുക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് പപ്പടം അതിലേക്ക് പൊടിച്ചിടണം. പപ്പടം കൊണ്ടുപോയി ഇതിൻ്റെ ഒപ്പം ഒരുമിച്ചിടരുത്. കണ്ടോ, ഇതിൽ ഒതുക്കി വന്നിട്ട് ഈ പപ്പടമൊക്കെ അങ്ങോട്ട് കൈ കൊണ്ട് അങ്ങോട്ട് പൊടിച്ചു അങ്ങോട്ട് ഇടുക. എന്നിട്ട് ഒറ്റടിയോ അല്ലെ 2-3 അടി അടിച്ചോട്ടെ, എല്ലാവരും മിക്സിയുടെ പോലെ ഉണ്ടോ. എന്നിട്ട് ഇതിൽ ഉപ്പ് പോരാത്തേക്കുണ്ടെങ്കിൽ ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ടല്ല. എൻ്റെ പൊന്നോ, ചൂട് ചോറിൻ്റെ ഒപ്പുണ്ടല്ലോ വേറല്ലേ. കുട്ടികളെ നമുക്കിന്നില്ലേ പപ്പടം വെച്ചിട്ട് ഒരു തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കിയല്ല. ഞാനിത് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടാണ് കേട്ടോ. അപ്പം ഇല്ലേ പപ്പടം ഒരു 5-6 എടുത്തോട്ടെ. ഞാനിത് കുറച്ച് കൂടുതലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇവിടെ എല്ലാവർക്കും ചോറൊക്കെ കൊണ്ടുപോകണമല്ലോ. അപ്പം അതുകൊണ്ട് 5-6 പപ്പടം അങ്ങ് വറുത്ത് വെക്കുക. എന്നിട്ട് ആ വെളിച്ചെണ്ണ കളയരുത് കേട്ടോ. വെളിച്ചെണ്ണ ചെയ്യുന്നതാണ് നല്ല കേട്ടോ. അപ്പോൾ പപ്പടം നന്നായിട്ട് കൊട്ടിയിട്ടൊക്കെ ഇടണം കേട്ടോ. എന്നിട്ട് അതിൽ ഒരു 10-15 ഉണക്കമുളക്. ഈ ഉണക്കമുളകിൻ്റെ എരിവേ ഉള്ളൂ, അതാണ് അത്ര എടുത്തിട്ട. ഇതങ്ങ് കരിയിക്കാതെ വറുത്ത് മാറ്റി വെക്കുക. പിന്നെ ഒരു 10-15 ചെറിയുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു കഷ്ണം പുളി, നമ്മുടെ വാളംപുളിയില്ലേ അതും കൂടി ഒന്ന് വഴറ്റിയിട്ട് അരമുറി തേങ്ങയിലേക്ക് ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒതുക്കിയെടുക്കണം. എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം ഉണക്കമുളക് ആദ്യം ഒന്ന് ക്രഷ് ചെയ്തിട്ട് ബാക്കി തേങ്ങ ഇതെല്ലാം കൂടി ഇട്ടാൽ മതി കേട്ടോ. അല്ലെങ്കിൽ അതങ്ങനെ അരഞ്ഞു വരാൻ ഇച്ചിരി ബുദ്ധിമുട്ട് കാണിച്ചു. പിന്നെ കുറേ ഉപ്പൊന്നും കൊണ്ടേ വാരിയിടരുത്, പപ്പടത്തിന് ഉപ്പുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ലാസ്റ്റ് ഇട്ടാൽ മതി. ഇതെല്ലാം ഒതുക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് പപ്പടം അതിലേക്ക് പൊടിച്ചിടണം. പപ്പടം കൊണ്ടുപോയി ഇതിൻ്റെ ഒപ്പം ഒരുമിച്ചിടരുത്. കണ്ടോ, ഇതിൽ ഒതുക്കി വന്നിട്ട് ഈ പപ്പടമൊക്കെ അങ്ങോട്ട് കൈ കൊണ്ട് അങ്ങോട്ട് പൊടിച്ചു അങ്ങോട്ട് ഇടുക. എന്നിട്ട് ഒറ്റടിയോ അല്ലെ 2-3 അടി അടിച്ചോട്ടെ, എല്ലാവരും മിക്സിയുടെ പോലെ ഉണ്ടോ. എന്നിട്ട് ഇതിൽ ഉപ്പ് പോരാത്തേക്കുണ്ടെങ്കിൽ ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ടല്ല. എൻ്റെ പൊന്നോ, ചൂട് ചോറിൻ്റെ ഒപ്പുണ്ടല്ലോ വേറല്ലേ.